കർക്കിടകത്തിലെ ഈ മഴ നമ്മുടെ സാധാരണ മഴ പോലെയല്ല. നിർത്താതെ പെയ്യുന്ന മഴയും തണുപ്പും നമ്മുടെ ശരീരത്തെ, നമ്മുടെ പ്രതിരോധ ശേഷിയെ വല്ലാതെ ബാധിക്കാറുണ്ട്. മലയാളികൾ ഈ പ്രതിസന്ധിയെ നേരിട്ടത് ഈ ഒരു ആയുധം വെച്ചിട്ടാണ്. എന്താണെന്നല്ലേ? നമ്മുടെ ഔഷധ കഞ്ഞിയുടെ കൂട്ടാണിത്. ഇതൊരു വെറും കഞ്ഞിയല്ല. ആധുനിക ഡീറ്റോക്സ് ഡയറ്റുകൾ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു ബയോളജിക്കൽ ഹാക്ക്. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സയൻസും ഇതൊരു മെഡിസിനായി മാറുന്നതിന് പിന്നിലെ ആ കൂട്ടുമാണ് നമ്മൾ ഇന്ന് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. കർക്കിടക കഞ്ഞിയെക്കുറിച്ച് അറിയാം. കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കുന്നത്? കർക്കിടക മാസത്തിൽ പൊതുവെ മഴക്കാലത്ത് പൊതുവെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ബലക്കുറവും വിശപ്പ് കുറവും പ്രതിരോധ ശേഷി കുറവും ഒക്കെ ആയിരിക്കും. അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും ഒക്കെ നമ്മൾ കഴിക്കുന്നത്. കർക്കിടക മാസത്തിൽ പൊതുവേ നമുക്ക് വിശപ്പ് കുറവായിരിക്കും എല്ലാവർക്കും. വിശപ്പാകാതെ നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ ഈ ദഹിക്കാത്ത ഭക്ഷണം കെട്ടിക്കിടന്ന് അതൊരു ടോക്സിനായിട്ട് മാറുന്നു. അതിനാണ് ആയുർവേദത്തിലെ ആമത്വം എന്ന് നമ്മൾ പറയുന്നത്. ആ ടോക്സിസിറ്റി മാറ്റാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ബലം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു മരുന്ന് ആയിട്ടാണ് കർക്കിടക കഞ്ഞി നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞിയായിട്ട് അതിന് പറയുന്നത് എല്ലാവരും. അപ്പോൾ ഇത് സാധാരണ കഞ്ഞി വെച്ച് കുടിക്കൽ പോലെ അല്ലെന്ന് മനസ്സിലായില്ലേ? ഇതിലെ ഓരോ ചേരുവകളും അതിൻ്റെ ഗുണം അറിഞ്ഞു വേണം ചേർക്കാൻ. ഞവരയരി, ഇതിൻ്റെ അകത്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ്, മെഗ്നീഷ്യം, സിങ്ക് മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ എനർജി കുറച്ചധികം നേരം നിലനിർത്താൻ സഹായിക്കുകയും പിന്നെ നമ്മുടെ ധാതുവിൻ്റെ പോഷണത്തിന് സഹായകമാകുന്നു. പിന്നെ ഇതൊരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ധാന്യം കൂടിയാണ്. ഇത് ആശാളി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതുണ്ട്. പിന്നെ പ്രസവ ശേഷം നമുക്ക് മുലപ്പാൽ വരാൻ വേണ്ടിയിട്ടാണെങ്കിലും വളരെയധികം ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ അകത്ത് അയൺ കണ്ടൻറ്റ് കൂടുതലായതിനാൽ തന്നെ നമുക്ക് HB കുറവായിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. ചെറുപയർ, ഒരുപാട് പ്രോട്ടീനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കഴിച്ചാൽ തന്നെ എളുപ്പത്തിൽ ദഹിക്കാൻ കഴിയുന്ന ഒരു ധാന്യം കൂടിയാണിത്. ഇതിൻ്റെ അകത്തും നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം മുതലായവ അടങ്ങിയിട്ടുണ്ട്. ഇത് ധാതുപോഷണത്തിന് വളരെ നല്ലതാണ്. ഉലുവ നമ്മുടെ കൊളസ്ട്രോളിനും പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും പിന്നെ നമ്മുടെ ഡൈജഷൻ സംബന്ധമായിട്ടും ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് മല്ലിയാണ്. മല്ലി എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ ഏറ്റവും കൂടുതൽ ഈ കർക്കിടക സമയത്ത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പിന്നെ വയറ് വീർക്കം മുതലായവയുള്ള അസുഖങ്ങൾക്കും നമുക്കിത് വളരെ ഫലപ്രദമാണ്. ഇത് ജീരകമാണ്. ജീരകവും നമുക്ക് ഈ പ്രസവശേഷമുള്ള സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിന് വളരെ നല്ലതാണ്. ഇത് അയമോദകം നമുക്കിപ്പം ഈ മഴക്കാലത്ത് ചുമ, കഫക്കെട്ട് മുതലായവയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് ഒന്നാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കുരുമുളകാണ്. ഇതിൽ പൈപ്രിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മൾ എന്തിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് അലീസിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസും ഇതിനുണ്ട്. പിന്നെ ചുക്കെന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. പിന്നെ ഏലക്ക, ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനൊരു ഉന്മേഷം നമുക്ക് തരുന്നു. ഇത് തേങ്ങാപ്പാലാണ്. ഇത് നമ്മുടെ വാതശമനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന വരൾച്ചയ്ക്കും നമ്മുടെ സ്കിന്നിൻ്റെ പോഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ദശപുഷ്പങ്ങൾ, അതായത് നിലപ്പന, ചെറുവിള, മുക്കൂറ്റി, തിരുതാളി, മുയൽ ചെവിയൻ, പൂവാങ്കുറുന്നൽ മുതലായവ അരച്ച് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടുള്ളതാണ്. ഈ ദശപുഷ്പങ്ങൾക്കെല്ലാം വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത് വളരെയധികം നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്നതും ഇമ്മ്യൂണിറ്റി നൽകുന്നതുമാണ്.
ഇത് ഇന്ദുപ്പാണ്. ഇത് നമ്മുടെ ക്ഷീണം മാറ്റാനും പിന്നെ നമ്മുടെ എല്ലാ ആഹാരത്തിൻ്റെ രുചി നൽകുന്നതുമാണ്. ഇതിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ റോളുണ്ടെന്ന് മനസ്സിലായല്ലോ. അതറിഞ്ഞ് വേണം ചേർക്കാൻ. നമുക്കിനി കഞ്ഞി വയ്ക്കാം, വരൂ. ഒരു പിടി ഞവര അരി 3 ടീസ്പൂൺ ചെറുപയറും ഇട്ടിട്ടുണ്ട്. അത് പകുതി വേവായതിന് ശേഷം 4 ടീസ്പൂൺ ഉലുവയും 3 ടീസ്പൂൺ ആശാളിയും ഇട്ട് വേവിക്കുക. ഇതിപ്പോൾ 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അതിൽ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും. ഇതൊന്ന് തിളച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ അയമോദകവും ഇടുക. അതിനുശേഷം 4 അല്ലി വെളുത്തുള്ളിയും 2 അല്ലി ഏലക്കയും. എല്ലാം വെന്തതിന് ശേഷം ഇതിൽ ദശപുഷ്പങ്ങൾ ഇടിച്ച് നീരെടുത്തത് ഒരു 100-150 മില്ലി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി ഇതിൽ ഉപ്പ് ചേർക്കാം. ഇന്ദുപ്പാണ് നമ്മൾ ചേർക്കുന്നത്. അത് BP ഉള്ള പേഷ്യൻസിനും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം നന്നായി വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് കർക്കിടക കഞ്ഞിയെക്കുറിച്ചുള്ള വൈദ്യശാസ്ത്ര വിലയിരുത്തൽ നടത്താം. കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ദഹനശേഷി കുറയുന്നതും നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നതും അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുന്നതും ബോഡിക്കൊരു ഹെവിനെസ് തോന്നുന്നതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷത്തിൽ നമുക്ക് 6 മാസത്തെ ആദാന കാലമായിട്ടും ബാക്കി 6 മാസത്തെ നമുക്ക് വിസർഗകാലമായിട്ടും എടുക്കാം. സൂര്യൻ നമ്മുടെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ടൈമാണ് ആദാന കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എനർജി കൂടുതലും സണ്ണിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ആദാന കാലം കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബലം വളരെ കുറവായിരിക്കും. മാത്രമല്ല മൺസൂൺ വന്നു കഴിയുമ്പോൾ ഒരിക്കലും കാലാവസ്ഥയ്ക്കൊരു സ്ഥിരത ഉണ്ടാവുന്നില്ല. അതായത് ചിലപ്പോൾ രാവിലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ വെയിലായിരിക്കും, രാത്രി വീണ്ടും തണുപ്പായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥിരതയില്ലാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. ആ ഒരു ടൈമിലെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബലക്കുറവ് അനുഭവപ്പെടും, ദഹനം കറക്റ്റായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് ശരിയായിട്ട് അനുഭവപ്പെടാറില്ല, ശരീരത്തിലെ സന്ധിവാതങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് മുതലായവ വർദ്ധിച്ചു വരുന്നു, പിന്നെ ക്ഷീണം മുതലായവ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിലാണ് നമുക്ക് കാണപ്പെടുന്നത്. മൺസൂൺ മാസം തുടങ്ങുന്നതിന് മുൻപല്ല, മറിച്ച് മൺസൂൺ തുടങ്ങി, അതായത് കർക്കിടകം തുടങ്ങി മഴക്കാലം ഒന്ന് വന്ന് ഈ കാലാവസ്ഥ വ്യതിയാനം ശരീരത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കർക്കിടക കഞ്ഞി കുടിച്ചു തുടങ്ങേണ്ടത്. കർക്കിടക കഞ്ഞി സേവിക്കുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ചെറു ചൂടോടെ ഉള്ളിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനോടൊപ്പം തന്നെ തണുത്ത വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മറ്റ് എണ്ണമയമുള്ള പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പലഹാരങ്ങളോ ആഹാരങ്ങളോ കൂടെ കഴിക്കാൻ പാടുള്ളതല്ല. കഴിവതും കർക്കിടക മാസത്തിൽ ഈ കർക്കിടക കഞ്ഞി പോലെയുള്ള മിതമായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതായിരിക്കും ദഹനത്തിന് നല്ലത്. ആ സമയങ്ങളിൽ മത്സ്യം, മാംസം മുതലായവ കഴിക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വീണ്ടും വരാനും, കാരണം ദഹനശേഷി ഓൾറെഡി നമുക്ക് ആ സമയത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഡൈജഷൻ കൂടുതൽ എടുക്കുന്ന അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ വീണ്ടും ദഹനത്തിനെ അത് ബാധിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രോട്ടീൻ പൗഡറുകളും
സ്വദേശിയവും വിദേശിയവുമായ ഡീറ്റോക്സ് ഡ്രിങ്കുകളും ഉണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ തനത് ഡീറ്റോക്സ് ഡ്രിങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്നും മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.